إلهي اغفر وأكرمنا بنيل مطالب منا ودفع مساءة عنا بأبي البدر يا الله صلاة الله سلام الله على رسول الله إلهي يا تدور فيه وذو فضل وذو عطف وكم من كربة تخفي بأهل البدر يا الله صلاة الله سلام الله على رسول الله وصل على النبي المهدي بلا هد ولا حسد وآل سادة ودي وأهل البدر يا الله صلاة الله سلام الله على رسول الله صلاة الله سلام الله على ياسين حبيب الله صلى وسلم على خير البشر اللهم صل على سيدنا محمد وعلى آل سيدنا محمد وعلى سيدنا اللهم صل على سيدنا محمد وعلى آل سيدنا محمد وعلى سيدنا اللهم صل على سيدنا محمد وعلى آل سيدنا محمد وعلى سيدنا جميع المرسلين إلى حضرة النبي المصطفى محمد صلى الله عليه وسلم الفاتحة. مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم ياسين والقرآن الحكيم إنك لمن المرسلين على صراط مستقيم تنزيل العزيز الرحيم لتنذر قوما ما أنذر آباؤهم وهم غافلون لقد حق القول على أكثرهم فهم لا يؤمنون إنا جعلنا في أعناقهم أغلالا وهي إلى الأذقان فهم مقمحون وجعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون. അവസരത്തിൽ പുണ്യപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സദസ്സിൽ ഇരിക്കുന്ന സമയത്ത് ആ സദസ്സ് വല്ലാതെ ഇതുപോലെ അല്ലെങ്കിൽ ഇതിനേക്കാളും തിരക്കേറിയ ഒരു സദസ്സാണ്. അതിലേക്ക് ഒന്നോ രണ്ടോ ആളുകൾ കടന്നു വരുമ്പോൾ ആരും ഉണ്ടാക്കിയില്ല, സ്ഥലം കൊടുക്കാതെ വലിയൊരു ഗൗരവിച്ചില്ല. ആ വന്ന ആളെ ഉണ്ടാക്കിയില്ല, വേണ്ടതുപോലെ പരിഗണിച്ചില്ല. അവരെന്തായില്ല, വന്ന ആൾക്ക് സ്ഥലം കൊടുത്തില്ല. നസൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം സ്പോട്ട് വന്നിറങ്ങി. എന്നിട്ട് പരിശുദ്ധമായ സൂറത്തുൽ മുജാദിലയിൽ ഒരു ആയത്ത് ഓതി കൊടുത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ഖീല ലക്കും തഫസ്സഹൂ ഫിൽ മജാലിസി ഫഫ്സഹൂ യഫ്സഹില്ലാഹു ലക്കും വഇദാ ഖീല ഇൻഷുദൂ ഫൻഷുദൂ യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും എന്ന് അർത്ഥം വരുന്ന, നിങ്ങൾ നിങ്ങളുടെ ഇരിക്കുന്ന ഈ സ്ഥലത്ത് നിങ്ങൾ വിശാലത നൽകൂ എന്ന അർത്ഥം വരുന്ന, നിങ്ങൾ ആ വന്ന ആളെ ബഹുമാനിക്കൂ, നിങ്ങൾ അവരെ പരിഗണിക്കൂ എന്ന വലിയൊരു അർത്ഥം വരുന്ന ഒരു ആയത്ത് സ്പോട്ടിന് ആ സമയത്ത് വന്നിറങ്ങി. പയ്യ വന്നിട്ട് ഇറങ്ങിയല്ല. എന്താ നേരത്തെ കുറിച്ചാൽ വന്നിട്ടുണ്ടായല്ലോ, ഓർക്കെന്ത് സ്ഥലം കൊടുക്കാതെ എന്നോട് ചോദിക്കാതെ എന്തെങ്കിലും ചോദിച്ചിട്ട് ഇറക്കിയതല്ല, സ്പോട്ടിന് വന്ന ആയത്താണ്. എന്താണ് പറഞ്ഞത്? ആ വന്നത് ആരായിരുന്നു? അറിയോ? അറിയോ? വന്നത് ജിബ്രീലാണ്. ആ സദസ്സിലേക്ക് കടന്നു വന്നത് ആരെന്ന് അറിയുന്ന ആർക്കെങ്കിലും അറിയോ? ആരെങ്കിലും പറഞ്ഞ നല്ലതായി. ബദറിൽ സംബന്ധിച്ച ബദരീങ്ങൾ, അതായത് നമ്മളൊക്കെ ആ ബഹുമാനിച്ച് വളരെ ആദരവോടുകൂടി നമ്മൾ കാണുന്ന ആ ബദരീങ്ങളായിരുന്നു. എന്തായാലും നബിതങ്ങളെക്കാളും വലുതല്ല. നബിതങ്ങൾ ബദറിൽപ്പെട്ട ആളാണ്. നബിതങ്ങളാണ് ബദറിൽപ്പെട്ട ഏറ്റവും വലിയ നേതാവ്. നബിതങ്ങളാണ്. ബദരീങ്ങൾ തന്നെ ബാക്കിയുള്ള സ്വഹാബത്തിനെല്ലാം നമ്മൾ പറയുന്നത്. ബദറിൽപ്പെട്ട ഏറ്റവും വലിയ നേതാവ് റസൂലുള്ളാഹി തആല. ബദരീങ്ങളുടെ നേതാവ് നബിതങ്ങളാണ്. ആ നബിതങ്ങളുള്ള സദസ്സിലേക്ക് കടന്നു വന്ന ആ ബദരീങ്ങളിൽപ്പെട്ട നബിതങ്ങളുടെ സ്ഥാനമില്ലെങ്കിലും ആ ഒരു സ്വഹാബി വന്നപ്പോഴാണ് നബിതങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കി കൊടുത്തത്. ഈ ആയത്ത് പോലെ മതിയല്ലോ അല്ലെ? ഈ
ഈ ഒരു ആയത്ത് മതി നമുക്ക്. അതുപോലെ തന്നെ ഒരുപാട് ശ്രേഷ്ഠതകൾ ഉണ്ട് എന്ന് അറിയിക്കുന്ന ഈ ഒരു ഒറ്റ ആയത്ത് നമുക്ക് എന്താണ് അവരെ ബഹുമാനിക്കാനും അവരെ ആദരിക്കാനും വിമർശിക്കുന്നതാക്കി എന്തും പറയാം. ഇപ്പോ പല സോഷ്യൽ മീഡിയകളിൽ പല പ്രസംഗങ്ങൾ കണ്ടു. ഇതിന്റെ ഭക്ഷണം നമ്മളൊരു വേറെ എന്താണ് എന്താ പറയാ ഭക്ഷണ കൊതിയന്മാർ എന്ന രീതിയിലാണ് അവർ പ്രചരിപ്പിക്കുന്നത്. പക്ഷേ ഭക്ഷണം നമ്മുടെ വീടുകളിൽ നമുക്ക് സുലഭമായിട്ടുണ്ട്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ തങ്ങൾ പഠിപ്പിച്ച വലിയൊരു സുന്നത്താണ്, നിങ്ങൾ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കൂ, നിങ്ങൾ ഭക്ഷണം കഴിപ്പിക്കൂ. അതാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ നാടുകളിലെ പാവപ്പെട്ടവനും പണക്കാരനും ഒരു വലിയ സന്തോഷത്തോടു കൂടി പണം സ്വരൂപിച്ചുകൊണ്ട് നമ്മുടെ ജമാഅത്ത് കമ്മിറ്റി നല്ലൊരു ഭക്ഷണം നമ്മുടെ നാട്ടിലെ എല്ലാ ആളുകളും കൂടി ഒരുക്കിക്കൊണ്ട് പാവപ്പെട്ട ആളുകൾക്കും അല്ലെങ്കിൽ പണക്കാരായ ആളുകൾക്കും എല്ലാവർക്കും സുഭിക്ഷമായ നല്ല സ്പെഷ്യൽ ഭക്ഷണം അന്നത്തെ ദിവസം നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് നല്ലൊരു കാര്യമല്ലേ? അതിനേക്കാളും വലിയ നല്ല കാര്യം എന്താണുള്ളത്? ഇപ്പോൾ പറഞ്ഞ് അവര് പല പ്രസംഗങ്ങളിലും പല വിമർശനങ്ങൾ പറയുന്നുണ്ടെങ്കിലും ചില ആളുകൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, ആരെങ്കിലും ഭക്ഷണം കൊണ്ടുവന്നാലും നിങ്ങൾ അതിന് മടക്കണ്ട, നിങ്ങൾ അത് വാങ്ങിയിട്ട് വേറെ ആൾക്ക് കൊടുത്തോ, ആൾക്ക് കുറച്ച് കഴിച്ചിട്ട് ബാക്കി കൊടുത്തോന്ന് പറഞ്ഞു. അപ്പൊ ഒരുപാട് നമ്മള് ഈ നമ്മളിങ്ങനെ ഒരു സദസ് അവർക്ക് വേണ്ടി നമ്മൾ ഒരുക്കുമ്പോൾ എത്ര മക്കളാണ് ആ ബദരീങ്ങളെ കുറിച്ച് പഠിക്കുന്നത്? വെറും വിമർശനം മാത്രം നടത്തിയാൽ ആർക്കാണ് ബദരീങ്ങളെ കുറിച്ച് അറിയാൻ സാധ്യമാവുക? എല്ലാ ആളുകളും അവർ പറയുന്നത് നമ്മൾ ബദരീങ്ങളെ പച്ചാക്കുക. എന്ത് ബദരീങ്ങളെ പച്ചാക്കുക? നമ്മൾ ബഹുമാനിച്ചിട്ട് അള്ളാഹുവിന്റെ അവർക്ക് പ്രത്യേകം അവര് മലക്കുകളുണ്ടല്ലോ, മലക്കുകളിലും ഉണ്ട് ബദരീകൾ. അത് നമ്മൾ മനസ്സിലാക്കണം. സ്വഹാബത്ത് മാത്രമല്ല ബദരീകൾ, ബദറിൽ സംബന്ധിക്കാത്ത ആളുണ്ട് ബദരീകൾ. അതറിയോ? അത് മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ബദറിനെ സംബന്ധിച്ച് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു. അതായത് അവരുടെ ഭാര്യയായിട്ടുള്ള ഉമ്മു കുൽസൂം എന്ന് പറയുന്ന നബി തങ്ങളുടെ മകൾ, ആ മകൾക്ക് രോഗത്തിന്റെ ഒരു അവസ്ഥയിലുണ്ടായപ്പോൾ നബി തങ്ങൾ അവരെ പരിചരിക്കാൻ വേണ്ടി പറഞ്ഞു. അവർക്ക് വല്ലാത്ത നിയത്തുണ്ടായിരുന്നു എന്ത് ബദർ സമ്മതിക്കണം. പക്ഷേ ആ ബദർ സമ്മതിച്ചിട്ടില്ല. പക്ഷേ ബദരീങ്ങളുടെ പേരെടുത്ത് നോക്കുമ്പോൾ ആദ്യം പറയുന്ന പേര് മുഹമ്മദ് നബിന്റെ പേരാണ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേരാണ്, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പേരാണ്, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഉസ്മാന്റെ മരണത്തിൽ പിന്നെ പേരൊക്കെ. അങ്ങനെ ചില സ്വഹാബികളും അതിൽ സമ്മതിക്കാതെ തന്നെ ഒരു കാറ്റഗറിയിലെത്തി. കാരണം അവരെ നിയത്ത്. അതുപോലെ തന്നെ മലക്കുകൾ 5000-ഓളം മലക്കുകൾ എന്തായിട്ടുണ്ട് ഇതിൽ ഇറങ്ങിയിട്ടുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിക്കുന്ന നിങ്ങളോട് നിങ്ങളെ കൂട്ടത്തിൽ എന്താണ് സ്ഥാനം എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും സ്ഥാനമുള്ളവരാണ് ബദരീങ്ങൾ. അവരാണ് ഇസ്ലാമിനെ അള്ളാഹ്ക്ക് ഇവരെല്ലാം നശിപ്പിക്കാൻ ഇതിന്റെ ആവശ്യമില്ല. ഈ ബദരീങ്ങൾ ആവശ്യമുണ്ട് എനിക്ക് പറഞ്ഞെങ്കിൽ ഇല്ലല്ലോ. അള്ളാഹ്ക്ക് എന്തെങ്കിലും ഒരു സ്ഫോടനം എന്തെങ്കിലും അള്ളാഹ്ക്ക് എന്തെങ്കിലും ഒന്ന് ഇറക്കിയത് തന്നെ, അല്ലെങ്കിൽ മലക്കുകൾ മാത്രം മതി, ബദരീങ്ങളും ആവശ്യമില്ല, മലക്കുകൾ മതി. ലൂത്ത് നബിയുടെ സംഘത്തിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് മലക്കുകളാണ് വന്നിട്ടുള്ളത്. അവരെന്താക്കി അങ്ങനെ അട്ടിമറിച്ചിട്ടുണ്ടാവും ദോശ ഒറ്റ മറിക്കും. അപ്പൊ മലക്കുകൾ ഓർമ്മ മതി. ഈ ശത്രുക്കളെ നശിപ്പിക്കാൻ ബദരീങ്ങളെ ആവശ്യമില്ല. പക്ഷേ ഇതൊക്കെ ഏത് കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഈ മലക്കുകൾ എന്തായിട്ടുണ്ട് 5000-ഓളം മലക്കുകളും ഈ ഒരു ബദർ യുദ്ധത്തിൽ സംബന്ധിച്ചിട്ടുണ്ട്. അപ്പോ മലക്കുകളെ കൂട്ടത്തിലും ഏറ്റവും സ്ഥാനമുള്ളത് മറ്റുള്ള മലക്കുകളെക്കാൾ കൂടുതൽ സ്ഥാനം ഈ ബദരീങ്ങൾക്കാണ്. അനസ് ബിൻ നദർ എന്ന് പറയുന്ന ഒരു സഹാബി ഉണ്ടായിരുന്നു. ഈ യുദ്ധത്തിൽ സമ്മതിക്കാൻ പറ്റിയില്ല. അദ്ദേഹം പറഞ്ഞത്രേ, എനിക്ക് ഇതിൽ സമ്മതിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല, ഇതുപോലൊരു യുദ്ധം എനിക്ക് പറ്റുമെങ്കിൽ ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധമായ ഉഹുദ് യുദ്ധത്തിൽ 80ഓളം മുറിവുകൾ ഏറ്റുകൊണ്ട് ഈ ലോകത്തോട് വിട പറഞ്ഞവരാണ്. അതായത് ബദറിൽ സമ്മതിക്കാൻ പറ്റാത്ത സങ്കടത്തിൽ അത് അള്ളാഹുവിനോട് കരാർ ചെയ്തു, ഞങ്ങൾക്ക് ഇനിയൊരു യുദ്ധം വരികയാണെങ്കിൽ ഞങ്ങൾ സമ്മതിക്കും. സൂറത്തുൽ അഹ്സാബിലൂടെ ഒരു ആയത്തിൽ പറയുന്നു,